ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴിക്കോട് ബൈപ്പാസിലെ വേങ്ങേരി മുതൽ വെങ്ങളം വരെയുള്ള ഭാഗങ്ങളിലെ പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നലെ ഹൈലൈറ്റ് മാൾ ഭാഗത്തെയും പന്തിരങ്കാവ് ഭാഗത്തെയും ഒക്കെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക, കൂടെ ലൈക്കും നൽകുക. വേങ്ങേരിക്കും മാളിക്കടവിനും ഇടയിലുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്. നേരത്തെ തന്നെ മുഴുവനായും വർക്ക് അവസാനിച്ച ഭാഗങ്ങളാണ്. സർവീസ് റോഡിൻ്റെ അടക്കം സ്ട്രീറ്റ് ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞു. ഇവിടെ രണ്ട് സൈഡിലും വാഹനങ്ങൾക്ക് പോകാനായി തുറന്നു കൊടുത്തിട്ടുണ്ട്. വേങ്ങേരി ഓവർപാസിലേക്ക് വന്നാൽ രണ്ടാമത്തെ സൈഡിൽ ഒരു ഭാഗം കോൺക്രീറ്റ് പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സൈഡ് കോൺക്രീറ്റ് ചെയ്യുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓവർപാസിൻ്റെ മൂന്നിലൊരു ഭാഗം മാത്രമാണ് ഈ സൈഡിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് ബാലുശ്ശേരി റൂട്ട് ഇതിന്മേൽ കൂടി ആക്കിയതിന് ശേഷമായിരിക്കും ബാക്കി വർക്കുകൾ ഇനി നടക്കുക. ഓവർപാസിൻ്റെ വടക്ക് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1.5 വർഷമായിട്ടോ ഇവിടുത്തെ വർക്കുകൾ തുടങ്ങിയിട്ട്. ചിലവ് കൂടുതലാണെങ്കിലും ഈ ഒരു സമയം കൊണ്ട് ഒരു ഫ്ലൈ ഓവർ പണിതെടുക്കാമായിരുന്നു. പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിൻ്റെ തെക്ക് ഭാഗത്ത് അപ്രോച്ച് റോഡിനായി മണ്ണിട്ടുയർത്തുന്ന വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അമ്പലപ്പടി അണ്ടർപാസ് വരെ ഈ ഒരു മണ്ണിട്ടുയർത്തുന്നത് നീങ്ങും. ബൈപ്പാസിലെ പുതുതായി വരുന്ന ഫ്ലൈ ഓവറുകളിൽ ഏറ്റവും അവസാന നിർമ്മാണം തുടങ്ങിയ പാലമാണ് ഇവിടത്തേത്. എങ്കിലും അത്യാവശ്യം ഫാസ്റ്റായി തന്നെയാണ് ഇവിടുത്തെ വർക്ക് നീങ്ങുന്നത്. ഇവിടെ പാലത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഗർഡറുകൾ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇതിലെ കടന്നു പോകുന്ന ഈ ഒരു റോഡ് കുറ്റ്യാടി കോഴിക്കോട് സംസ്ഥാന പാത. ഇത് പൊളിച്ച് മണ്ണെടുത്ത് താഴ്ത്തി പണിയേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇവിടെ ഗർഡറുകൾ ലോഞ്ച് ചെയ്യുക. രാമനാട്ടുകരയിലും തൊണ്ടയാടും വെങ്ങളത്തും ചെയ്ത പോലെ സ്റ്റീൽ ഗർഡറുകൾ തന്നെയാവും ഈ ഒരു വലിയ ഗ്യാപ്പിലും ഇടുക.
പുറക്കാട്ടിരി പുഴയ്ക്ക് മേലെ കൂടി പുതുതായി നിർമ്മാണം നടക്കുന്ന പാലത്തിൽ ഒരു സൈഡ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി വർക്കുകൾ ബാക്കിയാണ്. ഷീറ്റ് ഇടുന്ന വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വെങ്ങളം വരെ ഒരുപാട് ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തിയാണ് വീതി കൂട്ടുന്ന വർക്കുകൾ നടക്കുന്നത്. ഇത് കുന്നൂർ മല, ഇവിടെയൊക്കെ വർക്ക് ഫുൾ കഴിഞ്ഞതാണ്. ഈ കാണുന്ന മലയാണ് കുന്നോറ മല. കുന്നൂർ മലയ്ക്കും കോരപ്പുഴയ്ക്കുമിടയിൽ വീതി കൂട്ടുന്ന വർക്ക് നിർമ്മാണ കമ്പനിയായ ക്യാംസി അതിവേഗം ചെയ്തു തീർക്കുന്നുണ്ട്. കോരപ്പുഴ പാലത്തിൻ്റെ ഒരു സൈഡിലും അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. കോരപ്പുഴ പാലത്തിൽ ഗർഡർ വെക്കുന്ന വർക്കാണ് ഇനി പ്രധാനമായും നടക്കാനുള്ളത്. ഈ ബൈപ്പാസ് ഏറ്റവും നീളം കൂടിയ പുഴപ്പാലമാണിത്. അറപ്പുഴ പാലത്തിലെ ഗർഡർ ലോഞ്ച് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഇവിടുത്തെ നിർമ്മാണം ഒരു പക്ഷേ തുടങ്ങുക. കോരപ്പുഴ പാലം പിന്നിട്ട് വെങ്ങളം വരെ 6 വരിയിൽ നിർമ്മാണം കഴിഞ്ഞതാണ്. വെങ്ങളത്തെ വലിയ ഫ്ലൈ ഓവറിൽ കുറച്ചുകൂടി കോൺക്രീറ്റ് വർക്ക് ബാക്കിയുണ്ട്. ഇവിടെ ഇനി പ്രധാനമായും 2 സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് തുടങ്ങാനുള്ളത്. അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും വരാം പുതിയ NH66 അപ്ഡേറ്റുകളുമായി.